രവി തേജയെ നായകനാക്കി ഹരീഷ് ശങ്കർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു മിസ്റ്റർ ബച്ചൻ. അജയ് ദേവ്ഗണിനെ നായകനാക്കി 2018 റിലീസ് ചെയ്ത റെയ്ഡ് എന്ന ചിത്രത്തിൻ്റെ തെലുങ്ക് റീമേക്കായിരുന്നു ഈ ചിത്രം. റെയ്ഡിന് ലഭിച്ച പ്രേക്ഷക പ്രീതിയാണ് റീമേക്ക് ചെയ്യാൻ അണിയറ പ്രവർത്തകരെ പ്രേരിപ്പിച്ചത്. എന്നാൽ ഈ ചിത്രം വൻ പരാജയമാവുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് ചിത്രത്തിൽ പ്രതിഫലമായി ലഭിച്ച തുകയിൽ നിന്ന് രവി തേജ 4 കോടി രൂപ മടക്കി നൽകിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ ചിത്രത്തിൻ്റെ സംവിധായകൻ ഹരീഷ് ശങ്കർ 2 കോടി മടക്കി നൽകിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ചിത്രമാണ് മിസ്റ്റർ ബച്ചൻ. 56 വയസ്സുള്ള രവി തേജ 25 വയസ്സുള്ള ഒരു ഭാഗ്യശ്രീ എന്ന നായികയ്ക്കൊപ്പം അതിരുകടന്ന രീതിയിൽ ഗാനരംഗത്തിലെത്തി എന്നതായിരുന്നു വിമർശനം. ഗ്ലാമർ പ്രദർശനത്തിന് മാത്രമാണ് നായികയെ അവതരിപ്പിച്ചതെന്നും ആരോപണമുയർന്നിരുന്നു. ഓഗസ്റ്റ് 15-നാണ് ചിത്രം പുറത്തിറങ്ങിയത്. റിലീസ് ദിനത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നുവെങ്കിലും പ്രേക്ഷക പ്രതികരണം മോശമായതോടെ സിനിമയുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിച്ചു. 70 കോടി മുടക്കിയാണ് ഈ ചിത്രം ഒരുക്കിയത്. എന്നാൽ 10 കോടി രൂപ മാത്രമാണ് ചിത്രത്തിന് വരുമാനമായി ലഭിച്ചത്. ഈ വർഷത്തെ തെലുങ്കിലെ വൻ പരാജയങ്ങളിൽ ഒന്നാണ് മിസ്റ്റർ ബച്ചൻ എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്.